ശ്രദ്ധിക്കണമെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അമ്മ പറയട്ടെ. ഒന്ന്, കഴിയുന്നത്ര മനസ്സിൽ ശരീരം അടക്കി ജീവിക്കുക. 2, ചെറിയ തോതിലെങ്കിലും ആധ്യാത്മിക സാധനങ്ങൾ അനുഷ്ഠിക്കുക. 3, പ്രകൃതി സംരക്ഷണം ദിനചര്യയുടെ ഭാഗമാക്കുക. 4, പ്രകൃതി ശക്തികളെ തരം താഴ്ത്തി കാണാതിരിക്കുക. 5, ജീവിതത്തെ വിശാലമായി കാണാൻ ശ്രമിക്കുക. 6, സ്വാർത്ഥതയും നിസ്വാർത്ഥതയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക. എന്തെങ്കിലും നമ്മൾ നിസ്വാർത്ഥമായി ചെയ്യണം. അപ്പോൾ അവിടെ പറയല്ലോ, ഒന്നിട്ട് പോകുന്ന പോലാണ്, മറ്റെല്ലാം ഒരു പൂജയിട്ട് പോകുന്ന പോലെ. 7, വിശ്വത്തിൻ്റെ പരമാധികാരിയായ ഈശ്വരൻ നടപ്പാക്കിയ പ്രപഞ്ച നിയമങ്ങൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നമുക്ക് ലഭിച്ച ഈ ജീവിതം നമുക്ക് ലോകത്തിനും പ്രയോജനപ്പെടുന്ന വിധം നമ്മൾ ജീവിക്കണം. നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കാരുണ്യത്തിന് അഞ്ജനം ചാലിക്കാം. ചുണ്ടുകളിൽ സത്യവാക്കുകളുടെ നിറം പകരാം. കൈകളിൽ പരോപകാരത്തിൻ്റെ മൈലാഞ്ചി അണിയാം. പെരുമാറ്റത്തിൽ വിനയത്തിൻ്റെ മാധുര്യം ചേർക്കാം. ഹൃദയത്തിൽ മനുഷ്യ സ്നേഹത്തിൻ്റെയും ഈശ്വര പ്രേമത്തിൻ്റെയും പ്രകാശം നിറയ്ക്കാം. അങ്ങനെ നമുക്ക് ലോകത്തെയും നമ്മെ തന്നെയും കൂടുതൽ സുന്ദരമാക്കി മാറ്റാം. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു.